Hi all, welcome back to my channel True Living by Minnu. അപ്പോൾ എൻ്റെ ലാസ്റ്റ് സൺഡേയിലെ വീഡിയോ എന്ന് പറയുന്നത് ഞങ്ങളൊരു 1 നൈറ്റ് ഒരു ഹോട്ടൽ അപ്പാർട്ട്മെൻറ്റിൽ സ്പെൻഡ് ചെയ്തിട്ടുള്ള വിശേഷങ്ങളും അവിടുത്തെ കാഴ്ചകളും ഒക്കെ ആയിട്ടാണ് വന്നത്. അപ്പോൾ അതിൻ്റെ തന്നെ ബാക്കിയായിട്ട് ഞങ്ങൾ അവിടുന്ന് ചെക്കൗട്ട് ചെയ്തതിന് ശേഷം ഇവിടുത്തെ ദുബായ് ട്രാമിൽ ഒരു വിസിറ്റ് ചെയ്തു. അപ്പോൾ അതിൻ്റെ വിശേഷങ്ങളുമായിട്ടാണ് ഇന്നത്തെ വീഡിയോ വന്നിരിക്കുന്നത്. അപ്പോൾ നമുക്ക് ഒട്ടും താമസിക്കാതെ തന്നെ നമുക്ക് വീഡിയോയിലോട്ട് കിടക്കാം. അപ്പോൾ ഞാൻ പറഞ്ഞതുപോലെ തന്നെ ലാസ്റ്റ് വീഡിയോയുടെ ഒരു കണ്ടിന്യൂഷനാണ് ഇന്നത്തെ വീഡിയോ. അപ്പോൾ ഞങ്ങൾ അവിടുന്ന് ഒരു 12:30 ഒക്കെ ആയപ്പോൾ ചെക്കൗട്ട് ചെയ്തു. ചെക്കൗട്ട് ചെയ്തതിന് ശേഷം ഈ ഒരു ഹോട്ടലിന് ഓപ്പോസിറ്റായിട്ട് തന്നെയാണ് നമ്മുടെ ട്രാമിൻ്റെ ഒരു സ്റ്റേഷനുള്ളത്. ദുബായ് മെറീന മോൾ എന്നുള്ളൊരു സ്റ്റേഷനാണ്. അപ്പോൾ അവിടെ നിന്നാണ് ഞങ്ങൾ കയറിയത്. അപ്പോൾ ഇതൊരു ലൂപ്പായിട്ടാണ് മെറീന മോൾ ടു JBR അങ്ങനെ ഒരു ലൂപ്പായിട്ട് പൊക്കോണ്ടിരിക്കുന്ന ഒരു ട്രാമാണ്. തിരിച്ചിവിടെ തന്നെ വരും. അപ്പം ഞങ്ങളിതാ നിങ്ങൾക്ക് നേരെ ഫ്രണ്ടിൽ കാണുന്ന ആ ഒരു ഷേപ്പിലുള്ള അതാണ് ദുബായ് മെട്രോ സ്റ്റേഷനാണ്. അപ്പോൾ ഈ അതിൻ്റെ തൊട്ടടുത്ത് കാണുന്ന ആ ഒരു ചെറിയ ട്രാം പോകുന്ന ആ ഒരു ഏരിയ ആണ് ട്രാം സ്റ്റേഷന്. അപ്പോൾ ഇവിടെ നിന്ന് ജസ്റ്റ് ക്രോസ് ചെയ്യുക, നമ്മൾ ട്രാം സ്റ്റേഷനിലോട്ട് നടക്കുവാണ്. അപ്പോൾ നിങ്ങൾക്ക് കാണാൻ നല്ലൊരു ദുബായ് മെറീനയുടെ വ്യൂവും ഷെയ്ഖ് സായിദ് റോഡിൻ്റെ വ്യൂവും. പിന്നെ ഇത് നമുക്ക് ദുബായ് മെട്രോയിൽ നിന്ന് ട്രാമിലേക്ക് കയറാം. അതിന് 2 ഓപ്ഷനാണ്. ഒന്ന് ദമാക് പ്രോപ്പർട്ടീസും പിന്നെ ജുമേറ ലേക്ക് ടവർ. ഈ 2 സ്ഥലത്തുനിന്ന് നിങ്ങൾക്ക് മെട്രോയിൽ നിന്നാണ് ഡയറക്റ്റ് ട്രാം സ്റ്റേഷനിലോട്ട് കണക്ഷൻ ഉണ്ട്. അപ്പോൾ അവിടെ നിന്ന് വരുവാണെങ്കിൽ മെട്രോയിൽ നിങ്ങൾ വരുന്നവരാണെങ്കിൽ ഈ 2 ഏരിയയിൽ നിന്ന് നിങ്ങൾക്ക് ഡയറക്റ്റ് മെട്രോയിൽ വന്നിറങ്ങി നേരെ ഡയറക്റ്റ് നിങ്ങൾക്ക് ട്രാം സ്റ്റേഷനിലോട്ട് വരാവുന്നതാണ്. അപ്പോൾ നമുക്ക് ഇതുപോലെ തന്നെ ഒരു ടിക്കറ്റ് എടുക്കുന്ന ഒരു മെഷീൻ വെച്ചിട്ടുണ്ട് എല്ലായിടത്തും, എല്ലാ സ്റ്റേഷനിലും. അപ്പോൾ നമ്മൾ ടിക്കറ്റ് മെഷീൻ എടുക്കുക. അപ്പോൾ ഞങ്ങളുടെ മെട്രോ കാർഡ് വെച്ചിട്ടാണ് ഞങ്ങൾ ടിക്കറ്റ് എടുത്തത്. മെട്രോ കാർഡ് ഉള്ളവർക്ക് അതിൽ നിന്ന് ഡയറക്റ്റ് ടിക്കറ്റ് എടുക്കാം. അപ്പോൾ നമ്മൾ കയറുമ്പോഴും ഇറങ്ങുമ്പോഴും ടിക്കറ്റ് സ്വൈപ്പ് ചെയ്യണം. അപ്പം ഞങ്ങൾക്ക് ഇവിടെ ഒരു കൺഫ്യൂഷൻ ഉണ്ടായിരുന്നു. മോന് 3 വയസ്സായിട്ടുണ്ട്. അപ്പം 3 വയസ്സിന് മേലുള്ളവർക്ക് ടിക്കറ്റ് വേണോ വേണ്ടയോ എന്നൊരു കൺഫ്യൂഷനിലായിരുന്നു ഞങ്ങൾ. ദുബായ് ട്രാമിൻ്റെ ടൈമിങ്സ് വീക്ക് ഡേയ്സ് ആണെങ്കിൽ രാവിലെ 6 തൊട്ട് ദുബായ് ട്രാം ഉണ്ട്, രാത്രിയിൽ 1:30 വരെ ഉണ്ട്. അത് സമയം വീക്കെൻഡ് ഫ്രൈഡേ ആണെങ്കിൽ രാവിലെ 9:30 തൊട്ട് വൈകിട്ട് 1:30 വരെയാണ് ദുബായ് ട്രാമിൻ്റെ ടൈമിങ്. ഞങ്ങൾ ചെന്ന ഒരു 1 to 2 മിനിറ്റിനുള്ളിൽ ഒരു ട്രാം വന്നു. പക്ഷെ ഞങ്ങൾ ആ ട്രാമിൽ ട്രാം വന്നിട്ടുണ്ട്. ഈ ട്രാമിൽ ഞങ്ങൾ കയറിയില്ല. ഞങ്ങൾ നെക്സ്റ്റ് ട്രാമിലാണ് കയറിയത്. കാരണം മോന് ടിക്കറ്റ് വേണോ വേണ്ടയോ എന്നൊരു കൺഫ്യൂഷനിലായിരുന്നു. പക്ഷെ ആ ടിക്കറ്റ് വേണ്ടായിരുന്നു. പെട്ടെന്ന് തന്നെ ഒരു 10 മിനിറ്റ്സ് ഇത്രയൊക്കെ ഗ്യാപ്പിൽ ട്രാം വന്നുകൊണ്ടേയിരിക്കും. അപ്പോൾ ഞങ്ങൾ ഹസ്ബൻഡ് ടിക്കറ്റ് എടുക്കുന്ന ഒരു ഇതിലാണ്. മോൻ ഇതൊക്കെ കണ്ടിട്ട് ഭയങ്കര എക്സൈറ്റഡ് ആയിട്ട് ഇവൻ ഓടിക്കയറാനൊക്കെ ആയിട്ട് നിൽക്കുവാണ്. ഞാനിങ്ങനെ അവനെ ബലമായി പിടിച്ച് വെച്ചേക്കുവാണ്. അവനിത് വന്നപ്പോൾ ഓപ്പൺ ആയപ്പോഴത്തേനും കയറുന്നില്ല എന്നുള്ളൊരു ഇതിലായിരുന്നു. നമ്മൾ നെക്സ്റ്റ് ട്രെയിനിൽ കയറാം, നെക്സ്റ്റ് ട്രെയിൻ ഉടനെ വരുമെന്നൊന്നും പറഞ്ഞാൽ മക്കൾക്ക് പെട്ടെന്ന് അതൊന്നും മനസ്സിലാവണമെന്നില്ലല്ലോ. അപ്പം ഞങ്ങളുടെ ട്രെയിൻ വന്നു, നെക്സ്റ്റ് ട്രെയിൻ വന്നു. അപ്പോൾ ഇതിലാണ് ഞങ്ങൾ കയറാൻ ആളിങ്ങനെ കയറാനായിട്ട് ഇങ്ങനെ നിൽക്കുവാണ് കേട്ടോ. അപ്പം ട്രാമിൽ കയറാനായിട്ട് 3 കാർഡാണുള്ളത്. ഒന്ന് സിൽവർ കാർഡ്, ഒന്ന് ഗോൾഡ് കാർഡ്, ഒന്ന് ബ്ലൂ കാർഡ്. അപ്പോൾ സിൽവർ കാർഡാണ് നോർമലായിട്ട് എല്ലാവരും യൂസ് ചെയ്യുന്ന കാർഡ്. പിന്നെ ബ്ലൂ കാർഡ് എന്ന് പറയുമ്പോൾ അതിന് കുറച്ചുകൂടെ ഓൺലൈൻ സർവീസസും കുറച്ച് സെക്യൂരിറ്റി ഫീച്ചേഴ്സൊക്കെ ആഡ് ചെയ്തിട്ടുള്ളൊരു കാർഡാണ് ബ്ലൂ കാർഡ്. പിന്നെ 3ാമത്തെയാണ് ഗോൾഡ് കാർഡ്. ഗോൾഡ് കാർഡ് എന്ന് പറഞ്ഞാൽ കുറച്ചുകൂടെ ഇവിടെ ഗോൾഡ് ക്യാബിൻ എന്ന് പറയുന്നൊരു ക്യാബിനുണ്ട് ഈ ട്രാമിൽ. അത് അക്സസ് ചെയ്യണമെങ്കിൽ നമുക്ക് ഗോൾഡ് കാർഡ് വേണം. അതിനുള്ളിൽ എന്താണെന്ന് വെച്ചാൽ കുറച്ചുകൂടെ സ്പേഷ്യസ് ആണ്, കുറച്ചുകൂടെ നല്ല രീതിയിലുള്ള സീറ്റിങ്ങും കാര്യങ്ങളും ഒക്കെയാണ് ഗോൾഡ് ക്യാബിനുള്ളത്. അപ്പോൾ ഈ 3 കാർഡുകളാണ് ട്രാമിൽ കയറാനായിട്ടുള്ളത്. പിന്നെ സോഷ്യൽ ഡിസ്റ്റൻസിങ് എല്ലാം പാലിച്ചുകൊണ്ടാണ് ട്രാമിനുള്ളിൽ ഓരോ സീറ്റും ഇടവിട്ട് ഇരിക്കാൻ പറ്റത്തുള്ളൂ. നിങ്ങൾക്ക് കാണാൻ ഒരു സ്റ്റിക്കർ ഓരോ സീറ്റിൽ ഒട്ടിച്ചിട്ടുണ്ട്. അപ്പം ഒരു സീറ്റിൽ സ്റ്റിക്കറുണ്ട്, ഒരു സീറ്റിൽ നമുക്കിരിക്കാം. അങ്ങനെയാണ് നമുക്ക് കൊറോണയൊക്കെ ആയതുകൊണ്ട് തന്നെ സോഷ്യൽ ഡിസ്റ്റൻസിങ് എല്ലാം കറക്റ്റായിട്ട് പാലിച്ചുകൊണ്ടാണ് പ്രവർത്തിക്കുന്നത്. പിന്നെ ഒരു പ്രത്യേക അനുഭവമായിരുന്നു. കാരണം പ്രത്യേകിച്ച് ഞാനും ഹസ്ബൻഡും പോയിട്ടുള്ളതാണ് ട്രാമിൽ പണ്ട് കല്യാണമൊക്കെ കഴിഞ്ഞ സമയത്ത്. അപ്പോൾ മോനെ ഒന്ന് എക്സ്പീരിയൻസ് ചെയ്യിപ്പിക്കാനായിട്ടാണ് ഞങ്ങൾ ട്രാമിൽ കയറിയത്. Dance floor, I don't really mind. All the smoke is in the back.
ഇപ്പോൾ ഒരു സ്റ്റേഷൻ, അടുത്തൊരു സ്റ്റേഷൻ വന്നു കേട്ടോ. എല്ലാ സ്റ്റേഷൻ്റെ പേരൊന്നും എനിക്കറിയത്തില്ല. അപ്പോൾ അടുത്തൊരു സ്റ്റേഷൻ വന്നിട്ടുണ്ട്. ഞങ്ങൾ പിന്നെ തിരിച്ച് കയറിയെടുത്ത് നിന്ന് ഇറങ്ങാനായിട്ടല്ലേ പോകുന്നത്. പിന്നെ നല്ല ഒരു അനുഭവമായിരുന്നു. പ്രത്യേകിച്ച് നമ്മൾ മെട്രോ എന്ന് പറയുമ്പോൾ നമ്മൾ ഇങ്ങനെ റോഡിൽ കൂടെ അല്ലല്ലോ പോകുന്നത്. ഇതെന്ന് പറഞ്ഞാൽ മറ്റു വണ്ടികളുടെ കൂടെ റോഡിൽ കൂടെ പോകല്ലേ. അപ്പോൾ അതൊരു പ്രത്യേക അനുഭവമായിരുന്നു കേട്ടോ. നല്ല കാഴ്ചകളും പ്രത്യേകിച്ച് മെറീന വ്യൂ ഒക്കെ കണ്ടുകൊണ്ട് പോകാനായിട്ട് അപ്പോൾ നല്ലൊരു അനുഭവമായിരുന്നു കേട്ടോ. പിന്നെ ഒരുപാട് റൂൾസും റെഗുലേഷൻസും ഒക്കെ ഉണ്ട് ട്രാമിൽ. മാസ്കും ഒന്നുമില്ലാത്തവർക്ക് കയറാൻ പറ്റത്തില്ല. പിന്നെ സ്മോക്കിംഗ് ഒന്നും അലൗഡ് അല്ല. കുട്ടികളെ കൊണ്ടൊക്കെ ഒരു വട്ടമെങ്കിലും ഒന്ന് ട്രാമിലൊക്കെ ഒന്ന് കയറുന്ന അവരെ ഈ ഒരു എക്സ്പീരിയൻസ് ഒക്കെ പിള്ളേർക്കും കൊടുക്കുന്നതൊക്കെ നല്ലതായിരിക്കും. പിള്ളേർക്കും നല്ല എൻജോയ് ചെയ്യും. പ്രത്യേകിച്ച് എല്ലാവരും നമ്മളും എൻജോയ് ചെയ്യും കേട്ടോ. നല്ല ഇതുപോലെയുള്ള നല്ല ഏരിയയിലൊക്കെ വന്നാൽ. പിന്നെ ട്രാം എല്ലായിടത്തും ഇല്ല, കുറച്ച് റൂട്ടുകളിൽ മാത്രമേ ഉള്ളൂ ട്രാം. ഇനി ഭാവിയിൽ ഇത് എല്ലായിടത്തോട്ടുമൊക്കെ എക്സ്റ്റെൻഡ് ചെയ്യുമായിരിക്കുമെന്ന് പ്രതീക്ഷിക്കുന്നു. പിന്നെ ഞാനൊരു കാര്യം മെൻഷൻ ചെയ്യാൻ മറന്നുപോയി. ലേഡീസിന് കുട്ടികൾക്കുമായിട്ടൊരു സെപ്പറേറ്റ് ക്യാബിനുണ്ട്. അപ്പം നിങ്ങൾ തന്നെ ട്രാവൽ ചെയ്യുന്നവർക്ക് അങ്ങനെയും സെപ്പറേറ്റ് ആയിട്ടുള്ള ക്യാബിൻസൊക്കെ ഉണ്ട്. പിന്നെ അതായത് ഒരു നെക്സ്റ്റ് വേറൊരു സ്റ്റേഷനിലെത്തി. അപ്പോൾ അതാ നമ്മൾ കറങ്ങി തിരിഞ്ഞ് ഷെയ്ഖ് സായിദ് റോഡിൽ തിരിച്ചെത്തിയിട്ടുണ്ട്. അപ്പോൾ ഇത് നമ്മൾ ദുബായ് നൈറ്റ് വ്യൂവിലൊക്കെ കണ്ട ആ ഒരു റോഡാണ് കേട്ടോ. അപ്പോൾ ഇത് പകൽ വെളിച്ചത്തിലുള്ള വ്യൂ ആണ്. അപ്പോൾ നമ്മൾ തിരിച്ചൊരു ലൂപ്പ് പോലെ തന്നെ കയറിയെടുത്ത് തന്നെ വന്ന് തിരിച്ചിറങ്ങും. അപ്പോൾ ഈ കാണുന്നതൊക്കെ മെട്രോ സ്റ്റേഷനാണ് കേട്ടോ. ആ കാണുന്നത് ദൂരെ കാണുന്നതൊക്കെ. അപ്പോൾ അതാ നമ്മൾ കയറിയ അതേ സ്റ്റേഷനിൽ തന്നെ തിരിച്ചെത്തിയിട്ടുണ്ട്. പിന്നെ എനിക്ക് ഒരു കാര്യം തോന്നിയെന്ന് വെച്ചാൽ ട്രാം എന്ന് പറയുമ്പം മെട്രോയിനേക്കാളും സ്പീഡ് കുറവാണ് കേട്ടോ. നല്ല സ്ലോ ആയിട്ടാണ് ട്രാം പോകുന്നത്. പക്ഷെ മെട്രോ നല്ല സ്പീഡല്ലേ. പിന്നെ നമ്മൾ തിരിച്ചിറങ്ങുമ്പോഴും കാർഡ് സ്വൈപ്പ് ചെയ്യാൻ മറക്കരുത്. അപ്പോൾ അതാ ട്രാം പോയി. അപ്പം ഓരോ 10 മിനിറ്റ് കൂടുമ്പോൾ ഓരോരോ ട്രാം വരും കേട്ടോ, ഇങ്ങനെ മാറി മറിഞ്ഞൊക്കെ. അപ്പം ഞങ്ങൾ തിരിച്ച് ക്രോസ് ചെയ്ത് ഞങ്ങൾ കാർ പാർക്ക് ചെയ്തെടുത്തോട്ട് പോവാണ്. അപ്പം ഞങ്ങൾ ഇനി തിരിച്ച് വീട്ടിലേക്ക് തന്നെ പോവാണ്. അപ്പോൾ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ഞങ്ങളുടെ ചെറിയൊരു ട്രാം എക്സ്പീരിയൻസ് ആണ് ഷെയർ ചെയ്തത്. ഒരു ചെറിയ കുഞ്ഞു വീഡിയോ ആയിരുന്നു. അപ്പം നിങ്ങൾക്കും ഇവിടെ UAE-യിലുള്ളവരാണെങ്കിൽ നിങ്ങൾ ട്രാമിലൊക്കെ കയറുക, അതൊക്കെ ഒന്ന് എക്സ്പീരിയൻസ് ചെയ്യുക. 3 ദിർഹംസ് എങ്ങാണ്ടേ ഉള്ളൊരു ടിക്കറ്റിന്. അപ്പം വളരെ ചീപ്പുമാണ്. പിന്നെ പഴയ വീഡിയോസ് കാണാത്തവർ കാണുക. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക. പുതിയ വീഡിയോസൊക്കെ നോട്ടിഫൈ ചെയ്യണമെങ്കിൽ നിങ്ങൾ സബ്സ്ക്രൈബിൻ്റെ അടുത്ത് കിടക്കുന്ന ബെല്ല് പ്രസ് ചെയ്യാൻ മറക്കരുത്. എന്നാലും നിങ്ങൾക്ക് നെക്സ്റ്റ് വീഡിയോസിന് നോട്ടിഫിക്കേഷൻ കിട്ടുകയുള്ളൂ. പിന്നെ നമുക്ക് നെക്സ്റ്റ് വീഡിയോയിൽ കാണാം. താങ്ക് യു ഓൾ ഫോർ വാച്ചിങ് മൈ വീഡിയോ. പ്ലീസ് ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ് ടു മൈ യൂട്യൂബ് ചാനൽ. സീ യു ഓൾ. ബൈ.